എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു ഭാഷ പഠിച്ചെടുക്കുമ്പോൾ നല്ല ക്ഷമയോട് കൂടി ആയിരിക്കണം ഓരോ വീഡിയോയും നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പ് അടിക്കാതെ കാണണം. കാരണം ഓരോ സെൻറ്റൻസുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ഒരു ഭാഷയിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിനെ പല രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പം മലയാളത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ പോയിരുന്നു. ഈ മൂന്ന് സെൻറ്റൻസിൻ്റെയും അർത്ഥങ്ങൾ ഒരുപോലെയാണ്, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അല്ലേ? അതുപോലെ ഹിന്ദിയിൽ അതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു ഞാൻ അവിടെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചുക്കാഹേ, അതുപോലെ യാഹേ അല്ലേ? ഞാൻ പറയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, മേ വഹാ ജാ ചുക്കാഹും. ഇതേ സെൻറ്റൻസിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ കഴിയും. ഇങ്ങനെ മേ വഹാ ഗയാഹും, മേ വഹാ ഗയാഹും. അതുപോലെ ഞാനവിടെ പോയി എന്ന് പറയാം, മേ വഹാ ഗയാ അല്ലേ? മേ വഹാ ഗയാ. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാണ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ചെയ്തു, ആദ്യമേ വർക്ക് എന്താണ്, കംപ്ലീറ്റഡ് ആണ്. രണ്ടാമതാണ് നമ്മുടെ ശീലങ്ങൾ, ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരുമായിരുന്നു. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പറയാം. ഒന്നാണ് ചെയ്തിരുന്നു, വർക്ക് ഓൾറെഡി എന്താണ്, കംപ്ലീറ്റഡ് ആണ്. രണ്ടാമതാണ് നമ്മുടെ ശീലങ്ങളെ കുറിച്ച്, ചെയ്യുമായിരുന്നു. എന്താണ് ചെയ്തിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമ്മൾ പറയും ഥ. എന്താ പറയാ? ഥ. ഈ ഥ എന്ന് പറയുന്ന വേർഡ് ചേർക്കേണ്ടത് എവിടെയാണെന്നറിയോ? നമ്മുടെ ക്രിയയുടെ പാസ്റ്റ് ഫോമിന്റെ കൂടെയാണ്. ഇതാണ് നമ്മുടെ പ്രസന്റ് ഫോം. ജാന പ്രസന്റ് ഫോം, ഗയ പാസ്റ്റ് ഫോം, കഴിഞ്ഞതാണ്. ഈ ഗയ എന്ന് പറയുന്ന പാസ്റ്റ് ഫോമിന്റെ കൂടെയാണ് നമുക്ക് ത ചേർക്കേണ്ടത്. ഞാൻ പറയാണ് ഗയ, പോയി. ഈ ഗയ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഹേ ചേർത്തോളൂ. ഗയാ ഹേ, പോയിട്ടുണ്ട്. ഹേ ഒഴിവാക്കൂ, ത ചേർക്കൂ. ഗയാ ഥ, പോയിരുന്നു. ആയ, വന്നു. ഹേ ചേർക്കൂ. ആയാ ഹേ, വന്നിട്ടുണ്ട്. ഹേ റിമൂവ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് തേ ചേർത്തുള്ളൂ, ത. ആയാ ഥ, വന്നിരുന്നു. അതുപോലെ സോഗയ, സോഗയാ ഹേ, സോഗയ ഉറങ്ങി. സോഗയാ ഹേ, ഉറങ്ങിയിട്ടുണ്ട്. സോഗയാ ഥ, ഉറങ്ങിയിരുന്നു. കിയ, ചെയ്തു. കിയാ ഹേ, ചെയ്തിട്ടുണ്ട്. കിയാ ഥ, ചെയ്തിരുന്നു. കായ, കായ കഴിച്ചു. കായാ ഹേ, കഴിച്ചിട്ടുണ്ട്. കായാ ഥ, കഴിച്ചിരുന്നു. അതുപോലെ പിയ, കുടിച്ചു. പിയാ ഹേ, കുടിച്ചിട്ടുണ്ട്. പിയാഥ, കുടിച്ചിരുന്നു. സിമ്പിളാണ്. ഓക്കെ. അപ്പം നമുക്ക് ത ചേർക്കേണ്ടത് ക്രിയയുടെ സെക്കൻഡ് ഫോമിൻ്റെ കൂടെയാണ്. അങ്ങനെ ഇതിൻ്റെ കൂടെ ഇത് ഏതൊക്കെ സെൻറ്റൻസിലാണോ ഇത് വരുന്നത്, ഇതിൻ്റെ കൂടെ മേ, ഞാനെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് മേന്ന് ചേർക്കാതെ മേനെ എന്ന് പറയണം. ഈ തും എന്ന് പറയാതെ തുമ്നെ ചേർക്കണം. ഉണ്ടോ എന്ന് പറയാം. ക്രിയയുടെ സെക്കൻഡ് ഫോം വരുമ്പോഴാണ് നമുക്ക്, ഇപ്പോൾ ഹിന്ദിയിൽ മേ, ഞാൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ഹിന്ദിയിൽ രണ്ട് വേർഡ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഒന്നാണ് മേ, രണ്ടാമതാണ് മേനെ. ആപ്, ആപ്നെ. തും, തുമ്നെ. ഹം, ഹംനെ അല്ലേ? അപ്പം ഈ കാണുന്ന നേ വേർഡ് ചേർക്കുന്ന എല്ലാ വേർഡുകളും എപ്പോഴും ക്രിയയുടെ പാസ്റ്റ് ഫോമിൻ്റെ കൂടെയാണ് വരേണ്ടത്. അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമമാണ് ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ള നിറത്തിൽ കാണുന്ന ഇതിൻ്റെ കൂടെ ചേർക്കരുത്. മഞ്ഞ നിറത്തിൽ കാണുന്ന ഇതിൻ്റെ കൂടെ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഇതൊക്കെ എന്താണ്? ഇതാണ് ഒബ്ജക്റ്റ് എഴുതേണ്ട, വരേണ്ട ക്രിയകൾ. ഇപ്പം ഞാൻ പറയാണ് കിയ, കിയ ചെയ്തു. എന്ത് ചെയ്തു? അതവിടെ വന്നിരിക്കണം. പറയണ്ടേ എന്ത് ചെയ്തുള്ളത്? ഞാൻ പറയാണ് കായ, കഴിച്ചു. എന്ത് കഴിച്ചു? അതവിടെ വന്നിരിക്കും. പക്ഷേ ഗയ, പോയി. എന്ത് പോയി എന്നറിയാൻ പറയും. എന്ത് പോയി? ആയ, വന്നു. എന്ത് വന്നു? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രത്യേക കളറിൽ മാറ്റിയെടുത്തത്. ഓക്കെ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത്. ഈ മഞ്ഞ നിറത്തിലുള്ള ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഓരോ നോക്കാം. അടുത്താണ് എന്ത്? ചെയ്യുമായിരുന്നു. ശീലങ്ങൾ. ശീലങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ താത്താനെ കൊണ്ടുവരുന്നത്. താത്താനെ. ഓക്കെ. ആ താത്ത അല്ല കേട്ടോ, മലയാളത്തിൽ ആ താത്ത അല്ല. അല്ല സാറേ, ഏത് ഭാഷയിലാണെങ്കിലും താത്ത തന്നെയല്ലേ? ഒക്കെ അത് പോട്ടെ. അപ്പോൾ താത്ത, തീത്തി, തേത്തേ. താത്ത നോർമൽ. ഒരു പെണ്ണാണെങ്കിലോ നമ്മൾ പെണ്ണിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയുകയാണ്. അപ്പോൾ തീത്തി, ഫീമെയിൽ ആകുമ്പോൾ തീത്തി.
തേത്തെ, അതാണ് തേത്ത്. ഈ തേത്ത് ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, എപ്പോഴും ഓർത്ത് വെക്കണം. രണ്ട് കാര്യമാണ്. ഒന്നാമതാണ് പ്ലൂറൽ ഫോം, ഒരുപാട് പേരുണ്ടെങ്കിൽ ഹം തേത്തെ, ഹം ഒരുപാട് പേരല്ലോ തേത്തെ. അതുപോലെ വേ അവർ തേത്തെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? പ്ലൂറൽ ഫോം ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും. രണ്ടാമതാണ് റെസ്പെക്റ്റോട് കൂടി പറയണമെങ്കിൽ, റെസ്പെക്ട് ബഹുമാനം കൊടുത്ത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പാസ്റ്റിൽ തേത്തെ എന്ന് പറയും. തേത്തേ, തേ എന്ന് പറയണം. തേ എന്ന് പറയുന്നത് തേ എന്ന് പറയണം. എങ്ങനെ? ഇപ്പം ഞാൻ പറയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം എന്ന് പറയുമ്പോൾ അവനാകുമ്പോൾ കുഴപ്പമില്ല, താ പറഞ്ഞാൽ മതി. അവനാകുമ്പോൾ താ, ഇതാകുമ്പോൾ താത്ത എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ നമ്മളൊരു ഫാദറിനെ കുറിച്ചോ പിതാജിനെ കുറിച്ചോ വലിയവരെ കുറിച്ച് മുതിർന്നവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ തേ ചേർക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഒന്നാമതാണ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അല്ലേ? പോയിരുന്നു. അപ്പം താ ചേർക്കണം. താ എവിടെയാണ് ചേർക്കേണ്ടത്? ഇതിൻ്റെ കൂടെയാണ് നമുക്ക് താ ചേർക്കേണ്ടത്. പോവുക എന്താണ്? ജാന ഗയ, ഗയൻ്റെ കൂടെ താ ചേർക്കണം. ഗയാത്ത, പോയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എന്താ പറയുക? മേ ചേർക്കണം അല്ലേ? മേനെയും ചേർക്കരുത്, മേ ചേർക്കണം. കാരണം ഇതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതാകുമ്പോൾ ഞാൻ. ഇന്നലെ കൽ, അവിടെ വഹാ, പോയിരുന്നു ഗയാ ഥാ, എന്താണ്? ഗയാ ഥാ. അപ്പം എന്തായി? മേ കൽ വഹാ ഗയാ ഥാ. ഓക്കെ, അല്ല സാറേ ഈ മേന്ന് വരുമ്പോൾ ഊന്ന് പറയണ്ടേ? ആ ഊന്നൊക്കെ പ്രസൻറ്റിലാണ് വരിക, പാസ്റ്റ് അല്ല. പാസ്റ്റ് സിമ്പിളായിട്ട് താ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പാസ്റ്റ് ആകുമ്പോൾ സിമ്പിളായിട്ട് താ എന്ന് പറഞ്ഞാൽ മതി. മേ കൽ വഹാ ഗയാ ഥാ, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതണം. എങ്ങനെ? ഞാൻ ഇന്നലെ അവിടെ പോയിട്ടില്ലായിരുന്നു എന്ന് പറയണം. മേ കൽ വഹാ നെഹി ഗയാ ഥാ, നെഹി ചേർക്കേണ്ടത് ക്രിയയുടെ മുന്നെയാണ്. അപ്പം എന്തായി? മേ കൽ വഹാ നെഹി ഗയാ ഥാ, ഞാൻ ഇന്നലെ അവിടെ പോയിട്ടില്ലായിരുന്നു. ഇനി ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം. ചോദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ, ക്യാ എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ എഴുതേണ്ടതാണ്. ആദ്യം ക്യാ മേ കൽ വഹാ ഗയാ ഥാ, ക്യാ മേ കൽ വഹാ ഗയാ ഥാ, ചോദ്യം. ഇനി രണ്ടാമതാണ് ഞങ്ങൾ എല്ലാവരും മിനിഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു. ഓക്കെ, വന്നിരുന്നു. അപ്പോൾ ഇവിടെ താ എന്നല്ല തേ ചേർക്കണം. ഞങ്ങളാണല്ലോ പ്ലൂറൽ ഫോം അല്ലേ, അപ്പോൾ തേ ചേർക്കണം. അപ്പോൾ തേ എവിടെ ചേർക്കേണ്ടത്? ഈ തേ ഇവിടെ കൊണ്ടിട്ട് വന്നിരുന്നു, വന്നു, ആയയുടെ കൂടെ ചേർക്കുക, ആയത്തെ. ഓക്കെ, ഒന്ന് നോക്കാം. ഞങ്ങൾ, ഹം എല്ലാവരും, സബ് ഹം സബ് മിനിഞ്ഞാന്ന്, പർസോ ഹം സബ് പർസോ, ഇവിടെ യഹാ ഹം സബ് പർസോ യഹാ ആയേ ഥേ. കണ്ടോ? ആയത്തെ തേ ചേർക്കണം. ആയത്തെ പ്ലൂറൽ ഫോമാണ്. അപ്പം ഞങ്ങളെല്ലാവരും മിനിഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു. ഹം സബ് പർസോ യഹാ ആയത്തെ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയണം. എന്ന് പറയാം ഹം സബ് പർസോ യഹാ നെഹി ആയത്തെ. ചോദ്യങ്ങൾ ചോദിക്കാം. ക്യാ ഹം സബ് പർസോ യഹാ ആയത്തെ. ഇനി മൂന്നാമതാണ് എന്ത്? ഞങ്ങളെല്ലാവരും അവൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. എന്താണ്? ശീലങ്ങളാണ്, പാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയും. എന്താണ്? ഞങ്ങളെല്ലാവരും അവൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് താത്ത അല്ലേ, തേത്തിയാണ് ചേർക്കേണ്ടത്. ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ചേർക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കരുത് കേട്ടോ. ഇതിൻ്റെ കൂടെ അല്ല ചേർക്കേണ്ടത് എവിടെ കൂടെയാണ്? നമ്മുടെ ക്രിയയുടെ പ്രസൻറ്റ് ഫോമിൻ്റെ കൂടെയാണ്. നാ ജസ്റ്റ് ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കുക. ഇങ്ങനെ താത്ത, ജാന പോവുക, നാ ഒഴിവാക്കിയിട്ട് ജാതാത്ത പോവുമായിരുന്നു. ആന നാ ഒഴിവാക്കൂ, താത്ത ആതാത്ത വരുമായിരുന്നു. സോന നാ ഒഴിവാക്കിയുള്ളൂ, താത്ത സോതാത്ത ഉറങ്ങുമായിരുന്നു. കർണ നാ ഒഴിവാക്കൂ, താത്ത കർത്താത്ത ചെയ്യുമായിരുന്നു. അതുപോലെ കാന കഴിക്കുക, നാ ഒഴിവാക്കൂ, കാത്താത്ത കഴിക്കുമായിരുന്നു. കാത്താത്ത കഴിക്കുമായിരുന്നു. കാത്തീത്തി കഴിക്കുമായിരുന്നു. ഫീമെയിൽ ആകുമ്പോൾ കാത്തേത്തെ പറയാം. ജാന നാ ഒഴിവാക്കിയിട്ട് ജാത്താത്ത നോർമലി പറയാം. ജാത്താത്ത കഴിച്ചിരുന്നു, കഴിച്ചിരുന്നല്ല, ജാത്താത്ത പോയിരുന്നു. ഓക്കെ, പോയിരുന്നു. ജാത്തിത്തി പോയിരുന്നു, ഫീമെയിൽ ആകുമ്പോൾ. ജാത്തേത്തെ അത് ഒരുപാട് പേരാകുമ്പോൾ പ്ലൂറൽ ഫോം ആകുമ്പോൾ. ഇനി അടുത്താണ് ആന വരുക എന്നാലോ, നാ ഒഴിവാക്കിയിട്ട് താത്ത ആതാത്ത വരുമായിരുന്നു. ആതീത്തി വരുമായിരുന്നു, ഫീമെയിൽ ആകുമ്പോൾ. ആത്തേത്തെ പ്ലൂറൽ ഫോം ആകുമ്പോൾ ഒരുപാട് പേരാകുമ്പോൾ, അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടി. ഇനിയാണ് കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നല്ലേ, നാ ഒഴിവാക്കിയിട്ട് താത്ത
എന്തായി? കർത്താത്ത ചെയ്യുമായിരുന്നു. കർത്തീത്തി ചെയ്യുമായിരുന്നു. ഫീമെയിൽ ആകുമ്പോൾ, പെണ്ണാകുമ്പോൾ. കർത്തേത്തെ കർത്തേത്തെ എന്താണ്? ഒരുപാട് പേരാകുമ്പോഴും റെസ്പെക്റ്റോട് കൂടിയും. ഒന്നും കൂടി പറയാം. ഓക്കെ, ഇനിയാണ് പീന. പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക. ന ഒഴിവാക്കൂ, അവിടെ ചേർക്കൂ താത്ത. പീ താത്ത എന്താണ്? പീ താത്ത, പീ താത്ത. ഓക്കെ, ആ പീത്താത്ത അതല്ല കേട്ടോ, മലയാളത്തിൽ പറയുന്ന പീത്താത്ത അല്ല, പീത്താത്ത. പീത്താത്ത എന്ന് പറഞ്ഞാൽ കുടിക്കുമായിരുന്നു. പീ തീത്തി, പീ തീത്തി. ഒരു പെണ്ണാകുമ്പോൾ, ഫീമെയിൽ ആകുമ്പോൾ പീ തീത്തി, കുടിക്കുമായിരുന്നു. പീ തേ തേ, പീ തേ തേ അതാണ് പ്ലൂറൽ ഫോം അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടി. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മറക്കരുത്, സെൻറ്റൻസിൽ നമ്മുടെ ക്രിയയുടെ പ്രസൻറ്റ് ഫോം വരുമ്പോൾ ഒരു കാരണവശാലും ഇതിനെ കൊണ്ടുവരരുത്. നമ്മുടെ സാധാ നോർമൽ ആയിട്ടുള്ള മേ, ആ, തും, ഹം, വേ അത് ചേർത്താൽ മതി. ഓക്കെ, ഇത് വരുമ്പോഴാണ് ഇതൊക്കെ വരിക. ഓക്കെ, അത് മറക്കരുത്. ഇനി നോക്കാം അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അല്ലേ. ഞങ്ങൾ ഹം, നോനല്ലോ, ഹം ഹം എല്ലാവരും. സബ് അവൻ്റെ കൂടെ ഉസ്കെ സാത്ത് എന്താ പറയാ? ഉസ്കെ സാത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ റെസ്പെക്ട് ബഹുമാനം കൊടുക്കുമ്പോൾ ഉസ്കെ അല്ല പറയാ, ഉൻകെ സാത്ത്. ഓക്കെ, അവൻ്റെ കൂടെ ഉസ്കെ സാത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉൻകെ സാത്ത് എന്ന് പറയാ. ഉൻകെ സാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ. ക്രിക്കറ്റ് ഖേൽത്തേ ഥേ എന്നാണ്, ഖേൽത്തേ ഥേ. കണ്ടോ? ഖേൽന കണ്ടോ? ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. നാ യുവാക്കൂ, അവിടെ ചേർക്കണം താത്ത, തീത്തി, തേത്തെ. ഇവിടെ തേത്തെ കാരണം ഹം അല്ലേ, ഒരുപാട് പേരുണ്ടല്ലോ, പ്ലൂറൽ ഫോം അല്ലേ. ഹം സബ് ഉസ്കെ സാത്ത് ക്രിക്കറ്റ് ഖേൽത്തേ ഥേ. ഞങ്ങളെല്ലാവരും അവൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇനി പറയണം, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഹം സബ് ഉൻകെ സാത്ത് ക്രിക്കറ്റ് ഖേൽത്തേ ഥേ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണ്. എങ്ങനെ പറയാം? ഹം സബ് ഉസ്കെ സാത്ത് ക്രിക്കറ്റ് നെഹി ഖേൽത്തേ ഥേ. അല്ല, ഞങ്ങളെല്ലാവരും അവൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നോ? ചോദ്യം. അപ്പം എന്താ പറയാം? ക്യാ ഹം സബ് ഉസ്കെ സാത്ത് ക്രിക്കറ്റ് ഖേൽത്തേ ഥേ. ഇനി അടുത്താണ്, ഇന്ന് ഉച്ചക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു. സാധാ താ ചേർത്താൽ മതി. അപ്പോൾ താ ചേർക്കുമ്പോൾ അവിടെ ചേർക്കേണ്ടത്, ഇവിടെ ചേർക്കുമ്പോൾ ഇത് വരണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു അല്ലേ. ഇന്ന് ഉച്ചക്ക് ആജ് ദുപഹർക്കോ, ഇന്ന് ഉച്ചക്ക് ആജ് ദുപഹർക്കോ. ഞാൻ മേനെ ഖാന ഭക്ഷണത്തിൽ ഖാന എന്ന് പറയാം. ഓക്കെ, കഴിക്കുക, അതും ഖാന എന്ന് പറയാം. മേനെ ഖാന ഖായാ താ. ഓക്കെ, മേനെ ഖാന ഖായാ താ. അല്ല സാർ എന്തിനാ ഇവിടെ മേനെ ചേർത്തത്? നമ്മൾ ഖായാത്ത ഈ താ ചേർക്കേണ്ടത് ക്രിയയുടെ പാസ് ഫോമിൻ്റെ കൂടെയാണ് അല്ലേ. പാസ് ഫോമിൻ്റെ കൂടെയാണ്. പാസ് ഫോം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതാണ് ചേർക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു കാണുന്ന ഉണ്ടോ, മഞ്ഞ നിറത്തിലുള്ളതാണ്. അപ്പോൾ ആജ് ദുപഹർക്കോ മേനെ ഖാന ഖായാത്ത. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണ്. ആജ് ദുപഹർക്കോ മേനെ ഖാന നെഹി ഖായാത്ത. അല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നോ? ക്യാ ആജ് ദുപഹർക്കോ മേനെ ഖാന ഖായാത്ത. ഇനി അടുത്താണ്, ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നാണ് ശീലങ്ങളാണ് പാസ് ഹാബിറ്റ് ആകുമ്പോൾ താത്തനെ കൊണ്ടുവരണം. താത്ത, തീത്തി, തേത്തെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാൻ കൃത്യസമയത്ത് താത്തനെ കൊണ്ടുവരുമ്പോൾ അതാണ് കേട്ടോ അവിടെ. ഓക്കെ, എന്താണ്? യെസ്, ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു. താത്തനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തായി? ഞാൻ മേ ചേർത്തു. മേ സമയപ്പർ കൃത്യസമയത്ത് മേ സമയപ്പർ ഖാന ഖാത്താ था. മേ സമയപ്പർ ഖാന ഖാത്താ था. ഇനി ഇതിൻ്റെ എന്ത് പറയണം? നെഗറ്റീവ് പറയണം. ഇങ്ങനെ മേ സമയപ്പർ ഖാന നെഹി ഖാത്താ था. ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ആദ്യം ചേർക്കാം. ഇനി അടുത്താണ്, നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ എന്നും പത്രം വായിക്കുമായിരുന്നു. എന്താണ്? വായിക്കുമായിരുന്നു ശീലമാണ്. ശീലം ചേർക്കുമ്പോൾ താത്തയാണ് ചേർക്കുന്നത്. താത്ത, തീത്തി, തേത്ത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ. ഓക്കെ, അല്ല സാറേ, ആപ്പ് എന്നാണോ ആപ്പിനെയാണോ ചേർക്കേണ്ടത്? ആപ്പ് എന്നാണ്. കാരണം നമ്മൾ താത്ത എവിടെയാണ് ഉപയോഗിക്കുക? ഇതിൻ്റെ കൂടെ അല്ലേ, ക്രിയയുടെ ഇതിൻ്റെ കൂടെ അല്ലേ. ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ സാധാ നോർമലായിട്ടുള്ള സബ്ജക്റ്റാണ് വരിക. ആപ്പ് നിങ്ങളുടെ, അപ്ന
बचपन में आप अपना बचपन में बचपन ചെറുപ്പത്തിൽ बचपन में എന്താണ് आप अपना बचपन में आप अपना बचपन में എന്നും പറയാ എന്നും റോജ് പത്രം അഖ്ബാർ നമ്മൾ പറയും പത്രത്തിന് അഖ്ബാർ എന്ന് പറയും അപ്പോൾ എന്തായി आप अपना बचपन में റോജ് അഖ്ബാർ വായിക്കുമായിരുന്നു അഖ്ബാർ വായിക്കുമായിരുന്നു അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം പഠന ഓക്കെ പഠത്തെ ഥേ നാ ഒഴിവാക്കിയിട്ട് അവിടെ താത്ത തീത്തി തേത്തി ഇവിടെ തേത്തയാണ് കാരണം ആപ്പല്ലേ റെസ്പെക്റ്റ് ആപ്പ് റെസ്പെക്റ്റ് പഠിത്തേത്തി അപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും തേത്തേ എന്ന് പറയണം ഓക്കെ തേത്തേ റെസ്പെക്റ്റ് തേത്തേ റെസ്പെക്റ്റ് അതുപോലെ ഒരുപാട് പേരാകുമ്പോൾ ഇനി അടുത്ത് നോക്കാം ഇനി ഇതിൻ്റെ ഇങ്ങനെ നെഗറ്റീവ് ആപ്പ് अपना बचपन में रोज अखबार नहीं पढ़ते थे നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ എന്നും പത്രം വായിക്കുമായിരുന്നോ ചോദ്യമാണ് ക്യാ ആപ്പ് अपना बचपन में रोज अखबार पढ़ते थे ഇനി ഏഴാമതാണ് ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചിരുന്നു താണല്ലോ താ ചേർക്കേണ്ടത് എവിടെയാണ് ഇവിടെ ചേർക്കണം പടാത്ത എന്താണ് പടാത്ത അപ്പോൾ ഇന്ന് രാവിലെ എന്താ പറയാം ആജ് സുബേ ഞാൻ ഇവിടെ മേനെ ചേർക്കണം മേനെ ഓക്കെ എന്താ കാരണം അതിൻ്റെ കാരണം നമ്മൾ ക്രിയയുടെ പാസ്വമാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആജ് സുബേ മേനെ അഖ്ബാർ എന്ന് പറഞ്ഞാൽ പത്രം आज सुबह मैंने अखबार पढ़ा था പട എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ താ എഴുതി പടാത്ത ആണോ അപ്പോൾ ആജ് സുബേ മേനെ അഖ്ബാർ പടാത്ത ഞാൻ ഇന്ന് രാവിലെ എന്താണ് പത്രം വായിച്ചിരുന്നു എന്നായി ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം ആജ് സുബേ മേനെ അഖ്ബാർ നഹി പടാത്ത ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചിരുന്നോ ക്യാ ആജ് സുബേ മേനെ അഖ്ബാർ പടാത്ത ചോദ്യമായി ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ എന്താണ് ലാസ്റ്റാണ് ഇന്നലെ രാവിലെ കൽ സുബേ അവർ എന്താ പറയാ അവരെല്ലാവരും ഇവിടെ വന്നിരുന്നു എന്നല്ലോ അല്ലേ ആയാന്നാണ് ആയ ചേർക്കുമ്പോൾ അത് ചേർക്കരുത് ഇത് ചേർക്കരുത് ഓക്കെ അപ്പോൾ എന്തായി കൽ സുബേ വേ സബ് എല്ലാവരും സബ് कल सुबह वे सब ഇവിടെ यहाँ ഓക്കെ यहाँ വന്നിരുന്നു ആയേ थे ചേർക്കണം എന്താ കാരണം ഹംസബ് അല്ലേ പ്ലൂറൽ ഫോം ആണ് പ്ലൂറൽ ഫോം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഥേ ചേർക്കണം എന്താണ് ഥേ ആയേ ഥേ എന്താണ് ആയേ ഥേ കൽ സുബേ വേ സബ് यहाँ ആയേ ഥേ ഇനി ഇതിൻ്റെ നെഗറ്റീവ് കൽ സുബേ വേ സബ് यहाँ नहीं ആയേ थे ചോദ്യം ക്യാ കൽ സുബേ വേ സബ് യഹാ ആയത്തെ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക ഞാൻ ചെക്ക് ചെയ്തോളാം ഓക്കെ അപ്പോൾ വീഡിയോ പ്ലീസ് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ആപ് സബ്കോ മേരാ ബഹുത് ധന്യവാദ്